DYFI തുടങ്ങിയ ഹൃദയപൂർവ്വം പൊതിച്ചോറ് ഇന്ന് ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ആശുപത്രിയിലെത്തുന്ന അല്ലെങ്കിൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കായി DYFI തയ്യാറാക്കിയതായിരുന്നു ഹൃദയപൂർവ്വം പൊതിച്ചോറ് എന്ന പദ്ധതി. നാട്ടിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പൊതിച്ചോറുകൾ ആശുപത്രിയിലെത്തിച്ച് അവിടുത്തെ കിടപ്പ് രോഗികളുടെ കൂടെയിരിപ്പുകാർക്കും സാധാരണ രോഗികൾക്കുമൊക്കെ വിതരണം ചെയ്യുന്നതായിരുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു ഹൃദയപൂർവ്വം പൊതിച്ചോറ്. ഇതിന് വലിയ തരത്തിൽ ജനകീയ അംഗീകാരവും ലഭിച്ചു. ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം വളരെ സ്നേഹത്തോടെയാണ് ജനങ്ങൾ ഈ പദ്ധതിയെ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് രാഷ്ട്രീയം കൂടി എത്തിയിരിക്കുന്നു. പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രി വന്നതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഭക്ഷണ വിതരണത്തിന് പിന്നിൽ കൊടിയും തോരണങ്ങളും ബാനറുകളും ഒന്നും വേണ്ട, പകരം ചോറ് നൽകാൻ സർക്കാർ തയ്യാറാണ്, അതിനുവേണ്ടി കമ്മ്യൂണിറ്റി കിച്ചണുകൾ തയ്യാറാക്കുമെന്ന്. നമുക്കറിയാം, കോവിഡ് സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ പ്രവർത്തിച്ച സംസ്ഥാനമാണ് കേരളം. എത്ര കണ്ട് വിജയപ്രദമായിരുന്നു, എത്ര കണ്ട് അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ. വലിയ തരത്തിലുള്ള മനുഷ്യ സഹായം അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണുകൾ പ്രവർത്തിക്കണമെങ്കിൽ വേണം. എന്നാൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ കുറച്ചാണ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്നവർ വളരെ കുറച്ചാണ്. അവർക്കൊരു പക്ഷേ സർക്കാരിന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മനസ്സിലുള്ളത്. അത് കൃത്യമായും അച്ചടക്കത്തോടെയും നടപ്പിലാക്കണമെങ്കിൽ വലിയ ഒരു പ്രയത്നം തന്നെ വേണ്ടിവരും. ആ പ്രയത്നം കൃത്യമായി DYFI ഏറ്റെടുത്തു, അത് നടപ്പിലാക്കി വരുന്നു. രാഷ്ട്രീയത്തിനും അപ്പുറം അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനം എന്ന രീതിയിലായിരുന്നു ജനങ്ങൾ അതിനെ അംഗീകരിച്ചത്. നാട്ടിലെവിടെ ചെന്നാലും അവർ ചോദിക്കുന്നതനുസരിച്ചുള്ള പൊതിച്ചോറ് നൽകാൻ വീട്ടുടമകളും അമ്മമാരുമൊക്കെ തയ്യാറായിരുന്നു. അത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി DYFIയുടെ സന്നദ്ധ പ്രവർത്തകരുമുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം ഉയർന്നു പൊങ്ങിയത് ആലപ്പുഴയിൽ നിന്നാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നീർക്കുന്നത്തുണ്ടായ ചെറിയൊരു പ്രശ്നമായിരുന്നു. സ്കൂളിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അവിടുത്തെ MLA ആയ G. സുധാകരനും പ്രാദേശിക CPIM പ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കം ഇപ്പോൾ പൊതിച്ചോറിൽ വരെ എത്തി നിൽക്കുകയാണ്. അന്നൊരു പൊതുവേദിയിലാണ് DYFIയുടെ പൊതിച്ചോറിനെതിരെ വലിയ ആക്ഷേപം ഉയർത്തിയത് MLA തന്നെയായിരുന്നു. അതിപ്പോൾ ചർച്ചയായി മാറി. സംസ്ഥാനത്ത് ഒട്ടുമിക്ക ആശുപത്രികളിലും DYFI പൊതിച്ചോറ് നൽകുന്നുണ്ട്, ഹൃദയപൂർവ്വം പൊതിച്ചോറ് എന്ന പദ്ധതിയിലൂടെ. 1000 ദിവസം പിന്നിട്ടപ്പോഴേക്കും അതവർ വലിയ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്തു. കാരണം ഇതൊരു കൈത്താങ്ങാണ്, എല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഒരു പക്ഷേ ഭക്ഷണം വാങ്ങാനോ അല്ലെങ്കിൽ എത്തിക്കാനോ ഒക്കെ ആളുകൾ ഉണ്ടായെന്ന് വരില്ല. അവരുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ പൊതിച്ചോറുകൾ എത്തുമ്പോൾ അതൊരു സ്നേഹമാണ്, ഒപ്പം ഒരു സഹായവുമാണ്. നിലവിൽ ഈ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ വലിയ തരത്തിൽ രാഷ്ട്രീയം നുരഞ്ഞു പൊങ്ങുന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു പദ്ധതിക്കെതിരെ. ആശുപത്രികൾക്കുള്ളിൽ രാഷ്ട്രീയം പറഞ്ഞുള്ള ഭക്ഷണ വിതരണം വേണ്ട എന്ന നിലപാടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ആശുപത്രിക്ക് പുറത്തും ഇത്തരം പ്രവൃത്തികൾക്ക് വിലക്കുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും പൊതിച്ചോറിലെ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയായി തന്നെ മാറപ്പെടും. പൊതിച്ചോറ് സ്വീകരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ CPIMൻ്റെ വീട്ടിൽ നിന്നോ BJPക്കാരുടെ വീട്ടിൽ നിന്നോ ഒന്നുമില്ല. ഓരോ മേഖലകളിൽ നിന്ന് കിട്ടുന്ന പരമാവധി പൊതിച്ചോറുകൾ അവർ സമാഹരിക്കുന്നു, അത് ആശുപത്രികളിൽ എത്തിക്കുന്നു, എന്നിട്ട് വിതരണം ചെയ്യുന്നു. എന്തായാലും നല്ല ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് പിന്നിലേക്ക് DYFIയോ CPIMോ കോൺഗ്രസ്സോ BJPയോ സേവാഭാരതിയോ ഒക്കെ രാഷ്ട്രീയം കലർത്തിയാൽ ആ രാഷ്ട്രീയം അത്ര നല്ലതല്ലെന്നും പറയേണ്ടി വരും. നമുക്കറിയാം, ഓരോ ശബരിമല തീർത്ഥാടന കാലം കഴിയുമ്പോഴും ഇത്രയധികം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധിയായ ആളുകളുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷനുകളിലും ആശുപത്രികളിലുമൊക്കെ രക്തം നൽകാനും മറ്റ് സഹായങ്ങൾക്കുമായി അവർ കാത്തിരിക്കുന്നതാണ്. അവർ കാത്തിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഇന്നുവരെ DYFI ഇതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലൂടെ മറ്റെന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചതായിട്ടോ അവർ പറയുന്നില്ല. അവർ അവകാശപ്പെടുന്നതുമില്ല. പക്ഷേ ഒരു സേവനം എന്ന നിലയ്ക്കാണ്. എന്തായാലും
പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയത്തിന് പിന്നിലെ വാക്പോര് ശക്തി പ്രാപിക്കുകയാണ്. ഒപ്പം രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും.